ഇടവണ്ണയിലെ ഏറ്റവും വലിയ ജ്വല്ലറി ഷോറൂം സാറ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, CPA ജംഗ്ഷൻ, CPA കോംപ്ലക്സ്, എടവണ്ണ. സിഗ്മ ഇലക്ട്രോണിക്സ് ഗാലറി, എടവണ്ണ, എടവണ്ണപ്പാറ, അരീക്കോട്, മഞ്ചേരി, നിലമ്പൂർ. വിജയകരമായ വർഷങ്ങൾ പിന്നിട്ട എടവണ്ണ എമിറേറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ്. എമിറേറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് നിയർ സീതി ഹാജി ബ്രിഡ്ജ്, നിലമ്പൂർ റോഡ്, എടവണ്ണ. അരഞ്ഞിക്കൽ ഗ്രാനൈറ്റ് യൂണിറ്റ്, പത്തപ്പിരിയം, എടവണ്ണ. ഞങ്ങളുടെ സഹോദര സ്ഥാപനങ്ങൾ അൽമദീന ഗ്രാനൈറ്റ് മെറ്റൽ, പന്നിപ്പാറ, തൂവക്കാട്. ബ്രദേഴ്സ് ഗ്രാനൈറ്റ് യൂണിറ്റ് മെറ്റൽസ്, പാലപ്പറ്റ. എടവണ്ണ കുണ്ടുതോട് വാർഡിൽ UDF സ്ഥാനാർത്ഥി കളത്തിങ്ങൽ സാജിദും വീടുകൾക്കാരെയുള്ള പ്രചാരണ തിരക്കിലാണ്. UDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ സാജിദ് ബലൂൺ അടയാളത്തിലാണ് മത്സരിക്കുന്നത്. നമ്മുടെ യുവസാരഥിക്ക് വിജയമേകിടൂ, വോട്ടു ചെയ്യൂ സോദരേ, ബലൂൺ ചിഹ്നം സഹചരേ. വോട്ടു ചെയ്യൂ സോദരേ, ബലൂൺ ചിഹ്നം സഹചരേ. ഈ നാട്ടുകാരെ കുണ്ടുതോടിൻ സ്വന്തക്കാരൻ, UDF സ്വതന്ത്രക്കാരൻ, സാജിദെന്ന നാമക്കാരൻ, നാമറിയും കൂട്ടുകാരൻ, പാട് ആറിൻ പിരിശക്കാരൻ, നമ്മെ അറിയും ഇഷ്ടക്കാരൻ, നന്മയുള്ള മനസ്സുകാരൻ, നമ്മൾക്കെല്ലാം സ്വന്തക്കാരണ്ടാ. ജനം കാത്തിരുന്ന സാരഥിയിതാ, സാജിദെന്ന ഷാജി 6-ാം വാർഡിൽ വന്നിടാ. വോട്ടു ചെയ്യൂ സോദരേ, ബലൂൺ ചിഹ്നം സഹചരേ. വോട്ടു ചെയ്യൂ സോദരേ, ബലൂൺ ചിഹ്നം സഹചരേ. നിലവിൽ LDF ഭരിക്കുന്ന വാർഡാണ് കുണ്ടുതോട്. വാർഡിൽ കാര്യമായ വികസന പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ നടത്താൻ വാർഡ് മെമ്പർക്ക് സാധിച്ചിട്ടില്ല എന്ന് UDF സ്ഥാനാർത്ഥി സാജിദ് പറഞ്ഞു. വാർഡിൽ ഇത്തവണ UDFന് വലിയ വിജയം ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. കുണ്ടുതോടിലെ ക്രഷർ ഉടമകളെ സഹായിക്കുന്ന നിലപാടുമായാണ് കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതിയും വാർഡ് മെമ്പറും മുന്നോട്ട് പോയതെന്നും UDF ആരോപിക്കുന്നുണ്ട്. ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ എനിക്ക് ഇവിടെ പറയാനുള്ളത്, നമ്മുടെ ഈ വാർഡിൻ്റെ എല്ലാ പ്രദേശങ്ങളിലും ഞാൻ സഞ്ചരിച്ചു. അവിടെയൊക്കെ റോഡിൻ്റെ അവസ്ഥ വളരെ മോശമാണ്. അതുപോലെ പുതിയ റോഡുകൾ നമുക്ക് കുറേ കാണപ്പെട്ടു. ഞാൻ അവിടെ ഒന്നും ടാറിങ്ങോ കോൺക്രീറ്റോ കണ്ടിട്ടില്ല. അതുപോലെ നമ്മുടെ വീടുകളില്ലാത്ത കുറേ പാവപ്പെട്ട ഉമ്മമാരെ എനിക്ക് കാണാൻ കഴിഞ്ഞു. അവർക്ക് വീടുകൾ ചെയ്തു കൊടുക്കാനും പിന്നെ 4 സെൻറ്റ് സ്ഥലം കിട്ടണം എന്നൊക്കെ അവർ എന്നോട് പറഞ്ഞു. പിന്നെ അതുപോലെ വിദ്യാർത്ഥികൾ എന്നോട് ആവശ്യപ്പെട്ടത് അവർക്കൊരു ബസ് സ്റ്റോപ്പാണ്, അതിവിടെ ഇല്ല, വെയിലും മഴയും കൊണ്ടാണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് ഒക്കെ പറഞ്ഞു. അപ്പോൾ അതൊക്കെ നമുക്ക് കൂട്ടായിട്ട് നമുക്ക് ചെയ്യണമെന്നുണ്ട്. അതിനെല്ലാവരും സഹകരിക്കണം. എൻ്റെ തിരഞ്ഞെടുപ്പ് ചിഹ്നമായ ബലൂൺ അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി എന്നെ വൻ ഭൂരിപക്ഷത്തിൽ നിങ്ങൾ വിജയിപ്പിച്ചാൽ ഇതിനെല്ലാം ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും എന്ന് മാത്രം ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നിലവിൽ 10 വർഷമായിട്ട് CPM ഭരിക്കുന്ന വാർഡാണ് ഈ കുണ്ടുതോട് 6-ാം വാർഡ്. ഇവിടെ അവർ ചെയ്ത ഏറ്റവും വലിയൊരു ആളുകളെ വിഡ്ഢികളാക്കിക്കൊണ്ട് ചെയ്ത പ്രവർത്തനമാണ് ക്രഷറിൻ്റെ അനുമതി കൊടുത്തതും കാര്യങ്ങളും. നിലവിൽ പഞ്ചായത്ത് കഴിഞ്ഞ ഈ ഭരണസമിതി പഞ്ചായത്ത് CPM ആണ് ഭരിക്കുന്നത്. നിലവിൽ 10 വർഷമായിട്ട് കുണ്ടുതോട് വാർഡ് ഭരിക്കുന്ന CPM ആണ്. നിലവിലെ സംസ്ഥാന ഭരണം പിണറായി സർക്കാരുമാണ്. എന്നിട്ട് പോലും ആ പാവങ്ങളെ വിഡ്ഢികളാക്കിക്കൊണ്ട് അവിടെ ചെയ്ത സമര നാടകങ്ങൾ പൊളിയുകയാണ്. നിലവിൽ അവിടെ UDFന്റെ ഭരണസമിതി കാലത്ത് നിരന്തരമായിട്ട് അവിടുത്തെ പ്രദേശവാസികൾ വിഡ്ഢികളാക്കിക്കൊണ്ട് പഞ്ചായത്തിലേക്ക് സമരം നയിച്ച CPM പാർട്ടിയാണ് ഇവിടെ നിലവിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. നിലവിലെ പഞ്ചായത്ത് ഭരണവും വാർഡും സംസ്ഥാന ഭരണവും കിട്ടിയിട്ട് പോലും അവർക്ക് ആ വാർഡിന്റെ ഈ ക്രഷറിന്റെ കാര്യത്തിൽ ഒരു കാര്യം പോലും മുന്നോട്ട് നീക്കാനില്ല. നിലവിലെ പ്രവർത്തന രീതി ആദ്യത്തിൽ നിന്ന് മെച്ചപ്പെട്ട് വരിക എന്നല്ലാതെ നിലവിൽ അതിന്റെ പ്രവർത്തനങ്ങൾ നിലപ്പിക്കാനോ നിർത്തിവെക്കാനോ ഈ ഇന്നത്തെ പഞ്ചായത്തിനോ ഇവിടുത്തെ വാർഡ് ഭരിക്കുന്ന CPMനെ കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ 2 ദിവസം മുന്നാണ് ഇവിടെ ഒരു കുട്ടിയുടെ ബാക്കിൽ തെരുവ് നാശല്യം ആക്രമിക്കാൻ കുട്ടിയുടെ വാപ്പ കൃത്യസമയത്ത് ഇടപെട്ടതുകൊണ്ട് ആ കുട്ടി രക്ഷപ്പെട്ടു. അതുപോലെ പന്നികളുടെ ശല്യം, ഇതൊക്കെ ഇവിടെ നിരന്തരമായിട്ട് ഇതൊന്നും നിയന്ത്രിക്കുന്നതിന് വേണ്ടി പഞ്ചായത്തോ വാർഡിന്റെ CPM പ്രവർത്തകരോ മുന്നോട്ട് വന്നിട്ടില്ല. അത് പുതുവഴി റോഡ് നിലവിൽ UDFന്റെ ബ്ലോക്കിൽ നിന്നുള്ള ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് ഉപയോഗിച്ചിട്ടാണ് പ്രവർത്തന യോഗ്യമാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ നിൽക്കുന്ന ചളിപ്പാട് റോഡ് MLA ഫണ്ടും ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് നിലവിൽ ഈ സ്ഥിതിയിൽ എത്തിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ കുണ്ടോട് അങ്ങാടിയിലുള്ള ഹൈമാക്സ് ലൈറ്റ് ജബി മേത്തർ MPയുടെ ഫണ്ടിൽ നിന്ന് ആണ് ഹൈമാക്സ് ലൈറ്റ് ഇവിടെ വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റുന്ന ഒന്നാണ് GHS സ്കൂൾ കുണ്ടോടിൽ നിന്ന് വരുന്നത്. അത് PK ബഷീർ MLAയുടെ ശ്രമപരമായ ഫലം കൊണ്ടാണ് ആ ബിൽഡിങ്ങും വന്നത്. ആ സ്കൂൾ വരുന്നതോടുകൂടി കുണ്ടോടിന്റെ മുഖച്ഛായ തന്നെ മാറാൻ പോവുകയാണ്.
പിന്നെ ഞങ്ങളുടെ സ്ഥാനാർത്ഥി കളത്തിങ്ങൽ സാജിദിനെ അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ ബലൂൺ അടയാളത്തിലും, എടവണ്ണ ബ്ലോക്കിൽ മത്സരിക്കുന്ന ഹൈദർ മാഷിനെ അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ കൈപ്പത്തി അടയാളത്തിലും, ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന KT അഷ്റഫിന് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ കോണി അടയാളത്തിലും വോട്ടുകൾ രേഖപ്പെടുത്തിക്കൊണ്ട് മൂവരെയും വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഈ വീടുകളിലൊക്കെ കയറിയപ്പോൾ വളരെയധികം സപ്പോർട്ടാണ് നമുക്ക് കിട്ടിയത്. 10 വർഷമായിട്ട് ഈ വാർഡ് ഭരിക്കുന്ന ഇടതുപക്ഷം ഇക്കാലം അത്രയും സ്വജനപക്ഷപാതമായ പരമായ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അർഹതപ്പെട്ട UDFന്റെ ആളുകൾക്കോ അതുപോലെ തന്നെ അർഹതപ്പെട്ട UDFന്റെ ആളുകൾക്ക് അർഹതപ്പെട്ട അംഗീകാരങ്ങൾ നൽകാതെ ഒരു സ്വജനപക്ഷ രീതിയിൽ ഭരണം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ഇടതുപക്ഷം. അതുപോലെ തന്നെ കുണ്ടൂരിനെ സംബന്ധിച്ചിടത്തോളം 4 റോഡുകളാണ് നമ്മൾ ഈ കുണ്ടൂരിനെ കവർ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ 4 റോഡിൻ്റെ അവസ്ഥ 10 വർഷം മുന്നേ UDF ഭരിച്ച അതേ രീതിയിൽ തന്നെയാണ് ആ 4 റോഡുകളും ഇപ്പോഴും കിടക്കുന്നത്. അവർ വാട്സപ്പിലും യൂട്യൂബിലും ഓരോരോ നുണപ്രചരണങ്ങളും വികസനങ്ങളും കുറിച്ച് പറയുന്നുണ്ടെങ്കിലും ഈ റോഡിനെ കുറിച്ച് നമുക്കിപ്പോൾ സന്ദർശിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ റോഡ് വളരെ ഈ 4 റോഡുകളും, ഉദാഹരണത്തിന് ചട്ടിപ്പാറ റോഡ്, പുതുവഴി റോഡ്, മൂലത്തുപറമ്പ് റോഡ്, കളിപ്പാറ റോഡ്, ഈ റോഡുകളെല്ലാം ഈ പീട്ടിക്കുന്നിലേക്ക് പോകുന്ന റോഡുകൾ, ഈ റോഡുകളെല്ലാം നമുക്ക് പോയി നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയും. അന്നും ഇന്നും അതേമാതിരി തന്നെയാണ്. ഈ 10 വർഷം കൊണ്ട് കൂടുതൽ വികസനങ്ങളൊന്നും നടന്നിട്ടില്ല. ഒരുപാട് ഫണ്ട് ഇറങ്ങി വികസനം ചെയ്തു എന്ന് പറയല്ലാതെ ഒരു വികസനങ്ങളും ഈ നാട്ടിൽ നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ കുണ്ടുതോടിലെ ജനങ്ങൾക്ക് സാജിദിൻ്റെ ഈ വാർഡൊന്ന് മാറാനുള്ള വളരെയധികം ആഗ്രഹത്തിലാണ്. എല്ലാവരും വളരെയധികം സപ്പോർട്ടിലാണ്. ഇപ്രാവശ്യം കളത്തിങ്ങൽ സാജിദ് വളരെ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ ഈ വാർഡിൽ വിജയിക്കുമെന്ന കാര്യത്തിൽ പ്രവർത്തകരെന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് ആർക്കും ഒരു സംശയമില്ല. എടവണ്ണയിലെ ഏറ്റവും വലിയ ജ്വല്ലറി ഷോറൂം സാറ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, CPA ജംഗ്ഷൻ, CPA കോംപ്ലക്സ്, എടവണ്ണ. സിഗ്മ ഇലക്ട്രോണിക്സ് ഗാലറി, എടവണ്ണപ്പാറ, അരീക്കോട്, മഞ്ചേരി, നിലമ്പൂർ. അരഞ്ഞിക്കൽ ഗ്രാനൈറ്റ് യൂണിറ്റ്, പത്തപ്പിരിയം, എടവണ്ണ. ഞങ്ങളുടെ സഹോദര സ്ഥാപനങ്ങൾ അൽമദീന ഗ്രാനൈറ്റ് മെറ്റൽ, പന്നിപ്പാറ, തൂവക്കാട്. ബ്രദേഴ്സ് ഗ്രാനൈറ്റ് യൂണിറ്റ് മെറ്റൽസ്, പാലപ്പറ്റ. വിജയകരമായ വർഷങ്ങൾ പിന്നിട്ട എടവണ്ണ എമിറേറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി ലോകോത്തര ബ്രാൻഡുകളുടെ വെട്രിഫൈഡ് ഡിജിറ്റൽ ഫ്ലോർ ടൈൽസ്, സെറാമിക് ആൻഡ് വെട്രിഫൈഡ് ഡിജിറ്റൽ വാൾ ടൈൽസ്, ഏറ്റവും മികച്ച ഗുണമേന്മയിലുള്ള ഇന്ത്യൻ ആൻഡ് ഇമ്പോർട്ടഡ് ഗ്രാനൈറ്റുകൾ, പുതിയ മോഡലുകളിലുള്ള സാനിറ്ററി വെയറുകൾ, CP ഫിറ്റിംഗ്സ്, ക്ലാഡിംഗ് സ്റ്റോൺസ്, പാവിംഗ് ടൈൽസ് തുടങ്ങിയവയുടെ വിപുലമായ ശേഖരമാണ് ഒരുക്കിയിരിക്കുന്നത്. Emirates Tiles and Sanitaries near Sidi Haji Bridge, Nilambur Road, Edavanna. Phone 7034 516831.